ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഹോസ്റ്റിംഗ് സ്പേസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്ന ഹോസ്റ്റിംഗ് സ്പേസുകൾ ഏതെല്ലാം തരത്തിലുള്ള വെബ്സൈറ്റുകൾക്കാണ് പ്രയോജനമാവുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നോർമലായിട്ടുള്ള വെബ്സൈറ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ വെബ്സൈറ്റ് എന്നാൽ നിങ്ങളൊരു ഫ്രീലാൻസറോ അതിൽ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ചെറിയ ന്യൂസ് വെബ്സൈറ്റുകളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾക്ക് ഞാൻ ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള 2-3 പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റാണ്. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും വരില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേത് നെയിംചീപ്പ് എന്ന് പറയുന്ന ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡറാണ്. ഈ നെയിംചീപ്പ് പല ആളുകൾക്കും അറിയില്ല. എന്നിരുന്നാലും ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു, ഇന്ത്യയിൽ നമുക്ക് അത്ര പോപ്പുലർ അല്ല എന്നുണ്ടെങ്കിലും പുറത്തൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡറാണ്. രണ്ടാമതായിട്ടുള്ളത് ബ്ലൂ ഹോസ്റ്റ് ആണ്. ബ്ലൂ ഹോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ആണ്. മൂന്നാമതായിട്ടുള്ള ഹോസ്റ്റേഞ്ചറും, ഇതും ബ്ലൂ ഹോസ്റ്റിനെ പോലെ തന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ നെയിംചീപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നെയിംചീപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങളൊരു ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഡൊമൈൻ ഫ്രീ ആണോ എന്നുള്ളത് നോക്കും. രണ്ടാമതിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളത് നോക്കും. മൂന്നാമതായിട്ട് എത്ര വെബ്സൈറ്റുകൾ നമുക്കതിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് എത്ര സ്റ്റോറേജ് ഉണ്ടായിരിക്കും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്ന് മെയിൽ ബോക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റിൽ, ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ സാധാരണ രീതിയിൽ പല ആളുകളും ജിമെയിൽ ആയിരിക്കും കൊടുക്കുക. അതായത് നമ്മുടെ പേര് കഴിഞ്ഞ് @gmail.com എന്നായിരിക്കും കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് മെയിൽ ബോക്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ താഴെ, ഇപ്പം എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് sayyidmubarak.com എന്നാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇമെയിൽ ഐ ഡിയിൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു അഡ്രസ്സ് വരിക. info@sayyidmubarak.com എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ പേര് വരിക. അപ്പം അങ്ങനെ ഒരു ഡൊമൈൻ നെയിമിൻ്റെ രീതിയിൽ തന്നെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഒരു അഡ്രസ്സ് കാണുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ എത്ര മെയിൽ ബോക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ മെയിൽ ബോക്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനിതിനെ ഒരു കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ടാബിൾ കാണാൻ പറ്റും. ഞാനൊരു ടാബിൾ 2 വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2 വർഷത്തേക്ക് ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലുള്ള ചില സർവീസുകളൊക്കെ 1 വർഷത്തേക്കാണ് കിട്ടുക. 1 വർഷം കഴിഞ്ഞാൽ നമ്മളത് റിന്യൂവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് 3 ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിനെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലുള്ളത് ഹോസ്റ്റേഞ്ചർ, രണ്ടാമത്തത് ബ്ലൂ ഹോസ്റ്റ്, മൂന്നാമതായിട്ടുള്ളത് നെയിംചീപ്പ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൈസ് നോക്കാം. പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റേഞ്ചർ ആണ് നിങ്ങൾ 2 വർഷത്തേക്ക് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 119 രൂപയാണ് ഒരു മാസത്തേക്ക് ചാർജ് വരിക. അതായത് 2 വർഷത്തേക്ക് മൊത്തത്തിൽ വരുന്ന ചാർജ് 2856 രൂപയാണ് വരിക. കൂടാതെ ഇതിൽ എത്ര വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഹോസ്റ്റേഞ്ചറിലാണെങ്കിൽ ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുക. മാത്രമല്ല 50 GB SSD കിട്ടും. മൂന്നാമതായിട്ടുള്ളത് ബാൻഡ്വിഡ്ത്ത് ആണ്. അതേപോലെ തന്നെ ഫ്രീ ഡൊമൈൻ ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് SSL സർട്ടിഫിക്കറ്റ് ആണ്. SSL സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ ലഭ്യമാണ്. ബാക്കപ്പിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ബാക്കപ്പ് ഉണ്ടാവില്ല, വീക്ക്ലി ആയിരിക്കും ബാക്കപ്പ് ഉണ്ടായിരിക്കുക. ഇമെയിൽ അക്കൗണ്ട്, അതായത് നേരത്തെ പറഞ്ഞ വെബ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഇമെയിൽ ഐ ഡിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റ് ബിൽഡറും CDN എല്ലാം സപ്പോർട്ടാണ്. അതുപോലെ തന്നെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബ്ലൂ ഹോസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 259 രൂപയും 2 വർഷത്തേക്കാണെങ്കിൽ 6216 രൂപയാണ് വരിക. അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുക. സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 50 GB ഉണ്ട്. അതായത് ഹോസ്റ്റേഞ്ചറിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. സ്പീഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ തന്നെ ഫ്രീ ഡൊമൈൻ ഇതിൽ ലഭ്യമാണ്, പക്ഷേ 1 വർഷത്തേക്ക് മാത്രമാണ് കിട്ടുക. SSL സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കപ്പ് ആണെങ്കിൽ വീക്കിലാണ് ഉണ്ടായിരിക്കുക. ഇമെയിൽ അക്കൗണ്ടും നേരത്തെ പറഞ്ഞ ഹോസ്റ്റേഞ്ചറിൻ്റെ അതേപോലെ തന്നെയാണ്. ഒരു ഇമെയിൽ ഐ ഡി മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. മൂന്നാമതായിട്ടുള്ളത് നെയിംചീപ്പാണ്. നെയിംചീപ്പിലാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് വരുന്നത് 81 രൂപയാണ്. 2 വർഷത്തേക്ക് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 1948.54 പൈസയാണ് വരുന്നത്. അതായത് 1949 രൂപ നമുക്ക് 2 വർഷത്തേക്ക് വരും. മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, നമുക്ക് 3 വെബ്സൈറ്റുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് 2-3 ബ്രാഞ്ചുകളായി 2-3 ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ 3 വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഞാൻ നേരത്തെ മുമ്പ് പരിചയപ്പെടുത്തി പോയിട്ട്
പോയിട്ടുള്ള ആ ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിനേക്കാളും റേറ്റും വളരെ കുറവാണ്. പിന്നെ ഇതിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 20 GB ആണ് ഇതിൽ സ്റ്റോറേജ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ MB ഉണ്ടാവുള്ളൂ, മാക്സിമം 1 GB ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് 3 വെബ്സൈറ്റ് ചെയ്യുമ്പോൾ 3 GB ഒക്കെ മാക്സിമം വരുള്ളൂ. മാത്രമല്ല ഈ GB കൂടുന്നൊരു ഇഷ്യൂസൊക്കെ എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടൻറ്റുകളൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളൊന്നും ഇതിൽ റെക്കമെൻഡ് അല്ല എന്ന് പറയാനുള്ള കാരണം. നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റോറേജ് തികയാത്തൊരു പ്രശ്നം വരും. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ഡൊമൈൻ ഉണ്ട്. പിന്നെ ഫ്രീ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ലാസ്റ്റ് വരുന്ന എക്സ്റ്റൻഷൻ ഒന്നും ഫ്രീ ഡൊമൈനിൽ കിട്ടില്ല. അവർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്റ്റൻഷൻ്റെ ലാസ്റ്റിൽ വരുന്ന .tech.online എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് എക്സ്റ്റൻഷൻ വരുന്ന രീതിയിലുള്ള ഡൊമൈനുകളായിരിക്കും കിട്ടുക. .in .com ഒന്നും തന്നെ ഇതിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലുള്ള ഡൊമൈൻ ചൂസ് ചെയ്യാം. കൂടുതലായിട്ടും നമുക്ക് വേണ്ട പേരിൽ ഉള്ള ഡൊമൈൻ അതായത് .in .com ആയിരിക്കും പല ആളുകൾക്കും വരിക. അതൊരു പക്ഷേ ഇതിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പോയിൻ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രീ SSL ആണ്. ഫ്രീ SSL ഇതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ചെയ്യും. പിന്നെ മെയിൽ ബോക്സ് ആണ്. മെയിൽ ബോക്സ് ആണെങ്കിൽ നമുക്ക് ഇതിൽ 30 മെയിൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ആർക്കൊക്കെ ഇതിൽ ഏതൊക്കെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളൊരു ബ്ലോഗൊക്കെ എഴുതാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റേഞ്ചറാണ്. ഹോസ്റ്റേഞ്ചർ ആകുമ്പോൾ നിങ്ങൾക്ക് 4 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കുമ്പം ഏകദേശം 69 രൂപയാണ് ഒരു മാസത്തേക്ക് ചാർജ് വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മാത്രമല്ല സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും സ്പീഡാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെയിലാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അതിൽ ഓക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഒരു പ്ലാൻ ഉള്ളത്. നിങ്ങൾക്കത് 4 വർഷത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കത് എന്തുകൊണ്ടും നല്ലൊരു ലാഭകരമായിട്ടുള്ളൊരു ഡീലാണ്. ഇനി നെയിം ചീപ്പിലേക്ക് ആർക്കൊക്കെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എമൗണ്ടിലേക്കൊന്നും പോകണ്ട. പകരം നിങ്ങൾക്ക് ഒരു ഹോസ്റ്റിംഗ് സ്പേസിൽ തന്നെ ഒരു 3 വെബ്സൈറ്റൊക്കെ ഹോസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പേരൊക്കെ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 പേർക്കും ഓരോ വെബ്സൈറ്റ് വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ നെയിം ചീപ്പാണ്. കൂടാതെ നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പം പ്രൈസ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്ന പ്രൈസും ഇതിൽ പറയുന്ന പ്രൈസും ചിലപ്പോൾ ചെറുതായിട്ട് വേരിയേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.